ക്ഷമ ബൈബിൾ ക്വിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോസ്തലനായ പൗലോസ് റോമർക്ക് എഴുതിയ ലേഖനം അധ്യായം 13 ബൈബിൾ ക്വിസ്. ഏതു മനുഷ്യനും എന്തിന് കീഴടങ്ങട്ടെ? ശ്രേഷ്ഠാധികാരങ്ങൾക്ക്. ശ്രേഷ്ഠാധികാരങ്ങൾക്ക് കീഴടങ്ങാൻ ആരാണ് നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്നത്? ഏതു മനുഷ്യനും. ആരാലല്ലാതെ ഒരു അധികാരവുമില്ലല്ലോ. ദൈവത്താലല്ലാതെ. അധികാരങ്ങൾ നിയമിക്കപ്പെട്ടിരിക്കുന്നത് ആരാലാണ്? ദൈവത്താൽ. അധികാരത്തോടെ മറുക്കുന്നവൻ ആരോട് മറുക്കുന്നു? ദൈവവ്യവസ്ഥയോട്. അധികാരത്തോടെ മറുക്കുന്നവർ എന്ത് പ്രാപിക്കും? ശിക്ഷാവിധി പ്രാപിക്കും. ദുഷ്പ്രവർത്തിക്കാർക്ക് ഭയങ്കരരായവർ ആരാണ്? വാഴുന്നവർ. അധികാരസ്ഥനെ ഭയപ്പെടാതിരിപ്പാൻ ഇച്ഛിക്കുന്നവൻ എന്ത് ചെയ്യണം? നന്മ ചെയ്യണം. നന്മ ചെയ്യുന്നവന് അധികാരസ്ഥനിൽ നിന്ന് എന്ത് ലഭിക്കും? പുകഴ്ച ലഭിക്കും. അധികാരസ്ഥന്മാർ ദൈവ ശുശ്രൂഷക്കാരായിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? നമ്മുടെ നന്മയ്ക്ക് വേണ്ടി. തിന്മ ചെയ്യുന്നവൻ ഭയപ്പെടേണ്ടത് ആരെ? അധികാരസ്ഥന്. തിന്മ ചെയ്യുന്നവൻ ഭയപ്പെടേണ്ടതിന് അധികാരസ്ഥൻ എന്ത് വഹിക്കുന്നു? വാൾ വഹിക്കുന്നു. ദോഷം പ്രവർത്തിക്കുന്നവന്റെ ശിക്ഷയ്ക്കായി അധികാരസ്ഥൻ ആരാണ്? പ്രതികാരിയായ ദൈവ ശുശ്രൂഷക്കാരൻ. ഒരാൾ അധികാരികൾക്ക് കീഴടങ്ങേണ്ടത് എന്തുകൊണ്ട്? ശിക്ഷയെയും മനസാക്ഷിയെയും വിചാരിച്ച്. നിങ്ങൾ അധികാരികൾക്ക് നികുതി കൊടുക്കുന്നത് എന്തുകൊണ്ട്? ദൈവ ശുശ്രൂഷക്കാരനായതുകൊണ്ട്. എന്തെല്ലാം കടമായുള്ളത് എല്ലാവർക്കും കൊടുത്തു തീർക്കണം. നികുതി, ചുങ്കം, ഭയം, മാനം. വിശ്വാസികൾ കടംപെട്ടിരിക്കാൻ നിർദ്ദേശിച്ചിരിക്കുന്ന ഒരു കാര്യം എന്താണ്? അന്യോന്യം സ്നേഹിക്കുന്നത്. ആരാണ് ന്യായപ്രമാണം നിവർത്തിക്കുന്നത്?
അന്യനെ സ്നേഹിക്കുന്നവൻ. കൂട്ടുകാരനെ നിന്നെപ്പോലെ സ്നേഹിക്കുക എന്ന വചനത്തിൽ സംക്ഷേപിച്ചിരിക്കുന്നതെന്ത്? വ്യഭിചാരം ചെയ്യരുത്, കൊല ചെയ്യരുത്, മോഷ്ടിക്കരുത്, മോഹിക്കരുത് എന്നുള്ളതും മറ്റ് ഏത് കൽപ്പനയും? സ്നേഹം കൂട്ടുകാരന് എന്ത് പ്രവർത്തിക്കുന്നില്ല? ദോഷം പ്രവർത്തിക്കുന്നില്ല. ന്യായപ്രമാണത്തോടുള്ള ബന്ധത്തിൽ സ്നേഹത്തെ എങ്ങനെയാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്? ന്യായപ്രമാണത്തിന്റെ നിവൃത്തി. നാം വിശ്വസിച്ച സമയത്തേക്കാൾ ഇപ്പോൾ നമുക്ക് അധികം അടുത്തിരിക്കുന്നതെന്ത്? രക്ഷ. നാം എന്തിന്റെ പ്രവർത്തികളെയാണ് വെച്ച് കളയേണ്ടത്? ഇരുട്ടിന്റെ. എന്ത് ആയുധവർഗമാണ് നാം ധരിക്കേണ്ടത്? വെളിച്ചത്തിന്റെ ആയുധവർഗം. പകൽ സമയത്ത് എന്ന പോലെ നാം എങ്ങനെ നടക്കണം? മര്യാദയായി. നാം എങ്ങനെയല്ല നടക്കേണ്ടത്? വെറുക്കൂത്തുകളിലും മദ്യപാനങ്ങളിലും ശയനമോഹങ്ങളിലും ദുഷ്കാമങ്ങളിലും പിണക്കത്തിലും അസൂയയിലുമല്ല. നമ്മൾ ആരെയാണ് ധരിക്കേണ്ടത്? കർത്താവായ യേശുക്രിസ്തുവിനെ. എന്ത് ജനിക്കുമാറ് ജഡത്തിനായി ചിന്തിക്കരുത്. മോഹങ്ങൾ. ചോദ്യങ്ങളും ഉത്തരങ്ങളും ഇവിടെ അവസാനിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.